ആക്ഷൻ പറയുന്ന ഒരു സമയങ്ങളൊക്കെ ഉണ്ടോ? ബേസിലുള്ള ഒരു ഇടപെടലുകൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു സമയങ്ങളിൽ? ആക്ഷൻ പറഞ്ഞ പുള്ളി അഭിനയിക്കും, അതായിരുന്നു പ്രധാന ഇടപെടൽ. അല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു ഹ്യൂമറിന്റെ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ഫൺ പരിപാടിയാണ്. അപ്പോൾ ഇതേ കോമഡി തന്നെ വേറൊരാളുടെ അടുത്ത് പറഞ്ഞാൽ ചിരിക്കണമെന്നില്ല. അപ്പൊ ഇത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടേഴ്സിനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ കുറച്ച് ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഒരു സിനിമയുടെ ഒരു കറക്റ്റ് ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 60% പണി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നാറ്. അപ്പൊ ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ ആദ്യം കാസ്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ടാസ്ക്. അപ്പൊ ആ കാസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും അവരുടെ പണി നന്നായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എൻ്റെ പണി കുറച്ച് കുറവായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അല്ല, അതിന് തൊട്ട് മുമ്പ് ടോയ്ച്ചേട്ടൻ്റെ കാർഡ് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓൾ വേൾഡ് സിജുസോണി ഫാൻസ് അസോസിയേഷൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് അതിൻ്റെ താഴെ സെക്രട്ടറിയുടെ പേരുമുണ്ട്, പ്രസിഡന്റിന്റെ പേരുണ്ട്, ട്രഷറിയുടെ പേരുണ്ട്. ഇനി ആരെങ്കിലും കാണുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ അത് കാണാൻ പറ്റാതെ ആരൊക്കെയാണ്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. പ്രൊഡ്യൂസറുടെ ധൈര്യമല്ല, ഞങ്ങളുടെ ധൈര്യമാണ്. പ്രൊഡ്യൂസർ എന്താ ഇവിടെ ഇല്ലല്ലോ. സുരേഷ് ചേട്ടന് ബസ് ഓടിക്കാൻ അറിയില്ല എന്നെനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ധൈര്യത്തോടെ കയറ്റി വിട്ടത്. പിന്നെ ഒരു വണ്ടിയിൽ എല്ലാവരും കൂടെ പോകുന്ന സമയത്ത് ലോകം രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അത് ഓൺ എ സീരിയസ് നോട്ട് ഞങ്ങൾ തമ്മിൽ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാതെ തന്നെ ഇവനും അറിയുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നുണ്ട്. അതെനിക്കും നല്ല കൃത്യമായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ തല്ലിപ്പഴിപ്പിക്കാൻ പറ്റില്ല. ആസ് എൻ ആക്ടർ ബേസിൽ നല്ല വൃത്തിയായിട്ട് അവന്റെ ജോലി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആസ് എ ഫ്രണ്ട്, ആസ് എൻ ഓഡിയൻ, ഇപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ ഒക്കെ ഞാൻ നോക്കുന്ന സമയത്ത് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ആക്ടിങ് പെർഫോമൻസസ് ബേസിലിന്റെ ഭാഗത്ത് നിന്ന് ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ബേസിലിന്റെ സിനിമകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാം. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബേസിലിന് ആസ് എ ഡയറക്ടർ ഒരു സിനിമ ചെയ്യുമ്പോൾ ആണ് അതിനേക്കാൾ ഒരു ആസ് എൻ ആക്ടർ ഉള്ളതിനേക്കാൾ ഹൈ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇവരോടും പറഞ്ഞിട്ടുള്ളത് ഒരു 3 വർഷം കൂടുമ്പോൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം, പക്ഷെ അതുകൊണ്ട് അഭിനയം നിർത്തരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇല്ല, അത് എഴുത്ത് നടക്കുന്നു. കുറച്ച് 1-2 പെട്ടെന്ന് അതിന് തീരുമാനമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് ഓൾറെഡി ബുദ്ധിമാനല്ലടാ. എന്തിനാണ് ഇനി വേറെ രാജ്യങ്ങളില് സ്വന്തം അഭിനയിച്ച സീൻ കട്ടായി പോയി എന്ന് പറയുമ്പോൾ എന്താണ് തോന്നിയത്? അത് വ്യക്തിപരമായിട്ട് ഒത്തിരി ഹേർട്ട് ആവുന്ന ഒരു. ഞാൻ UAE സഞ്ചരിക്കുന്ന ആളാണ്. പോകുന്നതിന് പ്രശ്നമില്ല, പക്ഷെ അത് വിഷമമുണ്ട്. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും വിഷമമുണ്ടായി. പ്രത്യേകിച്ച് സിനിമയിൽ ആ സീൻ കട്ട് ചെയ്താലും എങ്കിലും ടെലികാസ്റ്റ് അല്ലെങ്കിൽ റിലീസ് ചെയ്യപ്പെടണമായിരുന്നു എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും ടോവിനോ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് വർഷം കൂടെ കഴിഞ്ഞാൽ ഇത് മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം വളരെ കുറച്ച് വർഷമായിട്ടുള്ള അവിടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതിനൊരു പുരോഗതി അല്ലെങ്കിൽ ഒരു മാറ്റമൊക്കെ സംഭവിക്കുന്ന പ്രതീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റെല്ലാ സ്ഥലത്തും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ കടന്നു പോകുന്നുണ്ട് നമ്മൾ. സിനിമ കാണാതെ 10-15 സിനിമ കണ്ടിരുന്നെങ്കിൽ രാവിലെ അവര് ഇവിടെ ഇരുന്ന് സംസാരിച്ചു. ഒരു
ഒന്നും കൂടെ കേട്ടില്ല. അതെ. ഞാൻ free അല്ല. പെട്ടെന്നൊന്നും plan ചെയ്യില്ല. ഡേറ്റ് ഇല്ലെന്ന് എനിക്കും ഇല്ല. ഇല്ല, ഒന്നും അങ്ങനെ അത് ഏതായിരിക്കും എന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. ഇവിടെ നമ്മളിരുന്ന് സംസാരിക്കുന്നതിനേക്കാളും. പിന്നെ അങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള കഥയും കറക്റ്റായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു എലിവേഷനൊക്കെ ഉള്ളൊരു സിനിമ തന്നെ ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് അത് ജസ്റ്റിഫൈഡ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു നെയിം സേക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പോൾ ഞാൻ അത്രയും റെഡി ആകുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുള്ളൂ. സംഭവിക്കുമ്പോൾ ഞാനത് എന്തായാലും അറിയിക്കുകയും ചെയ്യും. അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു നടനെ വെച്ചിട്ടായിരിക്കും എന്തായാലും, ഒരു സംശയമില്ല. ഉറപ്പായിട്ടും. ഈ മിന്നമ്പൂരിൽ ചെയ്ത സമയത്ത് പബ്ലിക്കിൽ ഇങ്ങനെ പറയണമെന്നുള്ളൂ. പക്ഷേ ടോബി ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, നമുക്ക് നിലവിലുള്ള അങ്ങനെ മാറിയിട്ടേ ഇല്ല. അങ്ങനെ മാറ്റാൻ നോക്കണ്ട. സാഹചര്യങ്ങളാണല്ലോ ഇപ്പൊ നിർമ്മാതാക്കളുടെ സംഘടനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ വലിയ രീതിക്ക് നടക്കുന്നത്. ചില സിനിമയുടെ വിവരങ്ങൾ, ഞങ്ങളുടെ സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം? ചില വിവരങ്ങൾ ഞങ്ങൾ നിർമ്മാതാക്കളുടെ സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം? ചില വിവരണങ്ങൾ പുറത്തു വിടുന്നു. ഇപ്പം ഈ സിനിമ ഇന്നലെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു മാസം കഴിയുമ്പോൾ അവർ ഇതിന്റെ എമൗണ്ട് പുറത്തു വിടുന്നു. വെയിറ്റിംഗ്. ആരെങ്കിലും കള്ളക്കണക്ക് നടത്തണമെന്ന് എനിക്ക് അങ്ങനെ വേണം അറിയാനായിട്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഒരു ആക്ടറാണ്, ഇപ്പോൾ നിർമ്മാതാവായിട്ടുണ്ട്. അത്തരം ഒരു രീതി ഒരു സിനിമ നിർമ്മിക്കാൻ വരുന്ന, ഇപ്പം ടോവി ഇവിടെ ഉള്ള ആൾ വരുന്നു, ഇപ്പം ടോവിയുടെ സിനിമ പുറത്ത് നിന്ന് ഒരാൾ നിർമ്മിക്കാൻ വരുമ്പോൾ ഈ സിനിമ മലയാള സിനിമയുള്ള പരാജയത്തിന്റെ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഒരു നിർമ്മാതാവ് സ്വയം മാറിപ്പോകുന്ന സാഹചര്യം പല സിനിമയ്ക്കൂടെ സംഭവിച്ചിട്ടുണ്ട്. അത്തരം ഒരു രീതിയൊക്കെ ഇപ്പം നിർമ്മാതാവെന്ന നിലയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അത്തരം രീതിയൊക്കെ തുടർന്നു കഴിഞ്ഞാൽ ഈ സിനിമ മലയാള സിനിമയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പേഴ്സണലി എൻ്റെ അഭിപ്രായം കേട്ടോ. നഷ്ടങ്ങൾ ഉണ്ടാവുള്ളൂ, അതിന് പുരോഗതി ഒരിക്കലും ഉണ്ടാകില്ല. ആ രീതി എങ്ങനെയാണ് ടോവി കാണുന്നത്? നമുക്കത് ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ അങ്ങനെ അത് പറഞ്ഞു നന്നാക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മളിതിൻ്റെ ഫാക്റ്റുകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഫാക്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ കൊല്ലത്തെ 2024 മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കമ്പയർഡ് ടു മറ്റു പല ഇൻഡസ്ട്രികൾ, അല്ലെങ്കിൽ കമ്പയർഡ് ടു ഇതിൻ്റെ മുൻ വർഷങ്ങളിലെ മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ. കാര്യം ഒരു 12% എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സക്സസ് പെർസെൻറ്റേജ് ആണെന്നാണ് ഇതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് പ്രതിസന്ധിയാണെങ്കിൽ പിന്നെ ബാക്കി എല്ലാം പ്രതിസന്ധിയാണ്. മലയാള സിനിമയ്ക്ക് പ്രതിസന്ധികൾ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഇത്രയും വർഷം നിലനിന്ന നമ്മളുടെ സിനിമാ വ്യവസായം ഇനിയും നിലനിൽക്കും. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പരസ്പരം ചെളി വാരി എറിയുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്ന കൂട്ടായിട്ടുള്ള സഹകരണങ്ങളിലൂടെയാണ് നമുക്ക് നമ്മളുടെ എന്നും മലയാള സിനിമ നിലനിന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സഹകരണ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അത് തന്നെ തുടർന്ന് പോവുകയും നമ്മളെല്ലാം ഈ ഇൻഡസ്ട്രി അങ്ങനെ അന്യം നിന്ന് പോവുകയൊന്നുമില്ല. അങ്ങനെ കൂട്ടിയിടാനും പറ്റില്ല. ഇപ്പം ഞാൻ ഉൾപ്പെടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉൾപ്പെടെ ആരെയും സിനിമയ്ക്ക് ആവശ്യമില്ല. നമുക്കൊക്കെയാണ് സിനിമ ആവശ്യം. അപ്പോൾ നമ്മളൊക്കെ തുടർന്നും ഈ എത്രത്തോളം സഹകരിച്ച് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഇനിയും തുടർന്നും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റായിട്ട് നമുക്കൊക്കെ സിനിമയോടുള്ള സ്നേഹവും സിനിമ കണ്ടിട്ട് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും, അത് മാത്രമാണ്. അതുള്ളിടത്തോളം കാലം എന്ത് പ്രതിസന്ധിയെയും തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അടുത്ത് ടൂർ പോകാൻ പോകുന്നു. അടുത്ത് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഒരു ജൂൺ വരെ ഞാനിപ്പോൾ ഈ വർഷം ഞാൻ സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല. എനിക്ക് ആകെ ഞാൻ ഒരു കുറച്ച് ദിവസം നരിവേട്ട കഴിഞ്ഞിട്ട് ഞാൻ വേറെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. ഞാനും കുറച്ച് യാത്രകളൊക്കെ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ യാത്രകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഞാനൊന്ന് ഡിസ്കഷൻസ് പലതും നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ സമയം ഞാൻ അതിന് വേണ്ടിയിട്ടാണ്, യാത്രയ്ക്ക് ഇനി മുന്നോട്ടുള്ള സിനിമകളുടെ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയം മാറ്റി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം ഇപ്പോൾ അടുത്ത ആഴ്ച ഞാനൊന്ന് തായ്വാനിൽ പോവുകയാണ്. അവിടെ തായ്പേയിൽ
ഗോൾഡൻ ഹോഴ്സ് ഫിലിം ഫെസ്റ്റിവലിൽ ഫാൻറ്റസി ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ARM അവിടെ സ്ക്രീൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിലായിരുന്നെങ്കിൽ എനിക്ക് തായ്പേ കാണാൻ പറ്റൂലായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രീ ആണെങ്കിൽ വാ എൻ്റെ റൂമിൽ കിടക്കാം. അപ്പോൾ അങ്ങനെ അതിന് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഫാമിലി ആയിട്ടൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. മറ്റേത് ചേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളുമായിരുന്നു. ഇപ്പൊ ചേട്ടൻ തിരക്കിലായതുകൊണ്ട് ഞാനാണ് വീട്ടില് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാനാണ് താരതമ്യേന തിരക്ക് കുറഞ്ഞ ആള് വീട്ടിലെ ഗൃഹനാഥൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇനി വരുന്ന സിനിമകൾ ഒക്കെ എന്ന് വെച്ചാൽ അതിന്റെ സമയാസമയങ്ങളിൽ ഞാൻ അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴെങ്കിലും നമുക്കിരുന്ന് പങ്കുവെക്കാം. ഇപ്പൊ എക്സ്ക്ലൂസീവ് ചോദിക്കില്ല. അപ്പൊ പിന്നെ അത് എക്സ്ക്ലൂസീവ് ആവില്ലല്ലോ. പള്ളിച്ചട്ടമ്പിയുണ്ട്, അടുത്ത് തുടങ്ങാൻ പോകുന്നത് പള്ളിച്ചട്ടമ്പിയാണ്. അല്ല, ഈ വർഷം ഇപ്പൊ ജൂൺ തൊട്ട് പള്ളിച്ചട്ടമ്പിയിൽ ഷൂട്ട് തുടങ്ങണം. അതെ, ഇന്ന് ഇവിടെ വെച്ച് പറയുന്നു, ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അല്ലേ? ഷെയ്ഖിന്റെ കൊടുക്കാൻ പോയിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇന്ന് മുതൽ നമ്മൾ അതിനെ അവസാനിപ്പിക്കണം. ആ ടെൻഷനിൽ ജീവിക്കാൻ വയ്യ. ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ ഒക്കെ എവിടെ പോയാലും അബദ്ധങ്ങൾ മനുഷ്യന്മാർക്ക് പറ്റുന്നതാണ്. അങ്ങനെ ഒരു അബദ്ധം എനിക്കും പറ്റി, ഇവനും പറ്റി, കുറെ ആൾക്കാർക്കും പറ്റി. പക്ഷെ അങ്ങനത്തെ ഒരു പ്രഷറിലേക്ക് ആൾക്കാരെ തള്ളിവിടാതിരിക്കുക. കഴിയുമെങ്കിൽ ആ യൂണിവേഴ്സ് നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് അവസാനിപ്പിക്കുക. ഗോപാലേട്ടന് സ്തുതി. ഞാൻ പേരും പറഞ്ഞ് എന്റെ കുറച്ച് പടങ്ങൾ പുള്ളിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കണം. ഞാൻ ചെന്ന് എനിക്കത് ഭയങ്കര ക്ഷീണമായി പോയി, 2 പടം പ്രൊഡ്യൂസ് ചെയ്താൽ ഞാൻ ക്ഷമിക്കാം എന്നൊക്കെ ചെന്ന് പറയണം. എന്താ പേര്? അനസ് തെറ്റി വിളിച്ച ഭയങ്കര മോശമായി പോകും. ഓക്കെ പോട്ടെ. ഞാൻ അവിടെ ഒരു തമാശ ഉദ്ദേശിച്ചതാ, നടന്നില്ല. പോട്ടെ. സുരേഷ് ഏട്ടാ ഒരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ട. ഇപ്പം ഈ സിനിമകളിലൊക്കെ സെൻസർ ബോർഡിന്റെ ഒരു ഇടപെടൽ, താങ്കൾ സീനിയറായ ഒരാളിങ്ങനെയൊക്കെ വർഷങ്ങളായിട്ട് സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൻസർ ബോർഡിൻ്റെ ഒരു ഇടപെടൽ കൃത്യമായി ചില സിനിമകൾക്ക് നടന്നു വരുന്നു. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഒരു കലാകാരൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ സ്ക്രിപ്റ്ററിൻ്റെ ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു കടന്നുകയറ്റം വരുന്നു. ഇത്തരം ഒരു പ്രവണത മലയാള സിനിമ ഇപ്പം ടോബി പറഞ്ഞ പോലെ മലയാള സിനിമ ഏറ്റവും വിജയത്തിലൂടെ പോകുന്ന കാലഘട്ടത്തിലാണ് പോകുന്നത്. അത്തരം ഒരു പ്രവണത വരുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമയൊക്കെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരില്ലേ? എന്താ പറയാ, വലിയ കാര്യങ്ങളാണത്. എന്നെ കണ്ടാൽ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും അതൊന്നും ഇല്ല. അവിടെ കൈ വെച്ചിട്ട് നാളെ എൻ്റെ അടുത്ത പടം പോകുമ്പോൾ അവിടെ കട്ട് ചെയ്ത് മാറ്റുമൊരു അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയുള്ള ഒരു സംഭവമല്ലേ. അതിന് കുറ്റം പറയാൻ പറ്റില്ല. സിനിമകൾ പല പ്രായക്കാർക്കും കാണാനുള്ളതാണല്ലേ. സോ പ്രായത്തിനുള്ള സെൻസറും കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ടത് തന്നെയാണ്. അങ്ങനെ വെറുതെ അങ്ങോട്ട് ഒരു നമ്മളെ വെട്ടിമാറ്റുക എന്ന് പറയുന്ന സംഭവമൊന്നും ഒരു പടത്തിലും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ആവശ്യമുണ്ടോ വെച്ചാൽ ആവശ്യമുള്ളത് തന്നെയാണ്. സെൻസർ കഴിഞ്ഞിട്ട് വീണ്ടും വെട്ടേണ്ട രീതിയിലേക്ക് വരുന്നു. അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ വെട്ടിയത് ശരിയായിട്ടുണ്ടാവില്ല. അത് നേരത്തെ വെട്ടിയത് അത് ഒരിക്കലും വെട്ടിയത് ശരിയായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒന്നുകൂടെ വെട്ടിയിട്ടുണ്ടാവും. ഈസി ആയിട്ട് കാണുവാണ്. സീരിയസ് കാണാൻ പറ്റുമോ? അത് സെൻട്രൽ ബോർഡിന്റെ ഇതാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതാണത്. EDF ഭയക്കുന്നു. ഞാനോ? പിന്നെ അത്ര നമുക്ക് അതിന് പേടിയും കാര്യമൊന്നുമില്ല. അത് നടക്കട്ടെ, അത് സെൻസർ ചെയ്യട്ടെ. എത്ര നാള് ചെയ്യുമല്ലേ, നോക്കാം നമുക്ക്. മിന്നൽ മുരളി നടന്നുകൊണ്ടിരുന്നപ്പോ പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് ഒത്തിരി പ്രഷർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇപ്പോ ഇനി മിന്നൽ മുരളി 2 സംഭവിക്കുമ്പോ ഇപ്പൊ ബേസിലായിട്ട് ഒരു ലീഡ് റോൾ ചെയ്യുന്ന ഒരു ഹീറോ ആണ്. ഇനി അങ്ങനെ രീതിയിലുള്ള ഒരു പ്രഷറിലൂടെ ഒരു സിനിമ ചെയ്യാൻ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ എന്തായാലും പറയാൻ ഇല്ല. അങ്ങനെ പ്രഷർ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രഷറാണ്. ഇപ്പോൾ ഈ സിനിമയിലാണെങ്കിലും മരണമാസത്തിന് ശിവപ്രസാദിന് പ്രഷർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ശിവപ്രസാദ് പ്രഷർ ഉണ്ടായിരുന്നേ പറയുള്ളൂ. തീർച്ചയായിട്ടും സിനിമയുടെ സ്കെയിലും അതും ഇതൊക്കെ ആയിട്ടുള്ള ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള പ്രഷർ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഒരു റീജിയണൽ ഇൻഡസ്ട്രി ആകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ
പ്രശ്നങ്ങളും എന്തായാലും ഏത് സിനിമ ചെയ്താലും ഉണ്ടാകും. അതിപ്പോൾ മിന്നൽ മുരളി 2 ചെയ്താലും ഒക്കെ അതിനനുസരിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രഷർ എന്തായാലും ഉണ്ടാകും. കാരണം ആ സിനിമ ആസ്പയർ ചെയ്യുന്ന അതിലും വലിയൊരു സിനിമയായിട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ബജറ്റിലും വലിയ സിനിമയായിട്ടായിരിക്കും അത് അതിൻ്റെ ഒരു അംബീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രഷറിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രഷറിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്കും കൂടുതൽ ക്രിയേറ്റീവ് ആവുകയും കൂടുതൽ ഇന്നോവേറ്റീവായിട്ടൊക്കെ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനും പറ്റുക. നമ്മൾ ഭയങ്കര ലക്ഷറിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോകും, കുഴപ്പിപ്പോകും. ഇത് ശരിക്കും നമ്മൾ കുറേ സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എപ്പോഴും പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിൽ നിരന്തരമായിട്ട് അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നാണ്. അത് രണ്ട് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഡയറക്ടർ അങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെ വീക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ച് മേടിക്കാൻ പറ്റാണ്ടായി പോകും. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടറും ഫൈറ്റ് ചെയ്യണം. എന്നാൽ അമിത ചെലവോ അനാവശ്യ ചെലവോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസറും ഫൈറ്റ് ചെയ്യണം. അതിൻ്റെ പേരിലുള്ള പ്രഷറാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഏറ്റവും നന്നായിട്ട് ഈ പറഞ്ഞ ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നതിനെ പരിഹരിച്ച് സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് നേടിയെടുക്കുന്ന ഡയറക്ടറും അനാവശ്യമായിട്ടുള്ള എന്തുണ്ടോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്ന പ്രൊഡ്യൂസറുമുള്ളൊരു സിനിമയാണ് ഏറ്റവും അതിൻ്റെ കറക്റ്റ് ബഡ്ജറ്റിൽ ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ സിനിമയ്ക്ക് ഗുണമേ ചെയ്യുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ ഈ നമ്മളുടെ ഈ നമുക്ക് കുറേ വെല്ലുവിളികളും പ്രതിസന്ധികളും കുറേ കോൺസ്ട്രെയിൻസും ഒക്കെ നമുക്കുണ്ടാവും. അതൊക്കെയാണ് നമ്മളെ കൊണ്ട് കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും അങ്ങനെ സിനിമകൾ എടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉറപ്പായിട്ടും വളരെ സ്ട്രഗിൾ ചെയ്യും. അത് ആ കൺവീനിയൻസ്, പല മൈനർ ഇൻകൺവീനിയൻസസ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരുന്നത് ചിലപ്പോൾ ഒരു പുതിയൊരു ക്രിയേറ്റീവ് രീതികളോ അങ്ങനത്തെ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നത് അങ്ങനത്തെ ഇൻകൺവീനിയൻസസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നല്ലതാണ് അങ്ങനെ പ്രശ്നം. അല്ല, നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിൽ, അതായത് ബഡ്ജറ്റ് അമിതമായിട്ട് ഇപ്പം മഴ കൊണ്ടുള്ളത് നമുക്കറിയാം, അതല്ലാതെ അമിതമായിട്ട് പോവാതിരിക്കാൻ ഞാനും, എന്നാൽ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാനായിട്ട് ശിവനും അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് ഐഡിയൽ ബഡ്ജറ്റിൽ ഒരു ഐഡിയൽ ഔട്ട്പുട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഹെൽത്തി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ ബഡ്ജറ്റിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യങ്ങൾ ചോദിച്ചത്, ഇപ്പം ടോബ് കൃത്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് സിനിമയുടെ നമ്മളിപ്പോൾ ആദ്യം നിർമ്മാതാക്കളുടെ സംഘടന കൊടുക്കുന്ന ഒരു ബജറ്റ് ഉണ്ടാവും, നമ്മൾ സിനിമയുടെ ബജറ്റ് കൊടുക്കും. ഇത് അമിതമായി കൂടി എന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു. പക്ഷെ അതിന്റെ കൂടുന്ന കാരണമാണ് ഇപ്പോൾ പറഞ്ഞത്. മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദിവസം കൂടുന്നു. നമ്മൾ പൈസ കൊടുത്തുകൊണ്ട്, നിർമ്മാതാവ് പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. ആദ്യം കൊടുക്കുന്ന കണക്ക് മാത്രമേ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ളൂ. പിന്നീട് മഴ കൂടി, ആ മഴ കൂടിയപ്പോൾ എനിക്ക് ഇത്രയായിരുന്നു, അവിടെ കണക്ക് കൊടുക്കാനോ കണക്ക് ചോദിക്കാനോ അവർ വരുന്നില്ല. അത്തരം രീതികൾ കൃത്യമായി ഇടപെടാതെയാണ് ഇവർ ചില പണമിടപാട് പുറത്തുവിടുന്നത്. ഇപ്പം ടോബിക്ക് തന്നെ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന ബജറ്റ് ആയിരിക്കില്ല ഇപ്പോൾ ഈ സിനിമ തീരുമ്പോൾ, ഒരിക്കലും ആയില്ല. എത്ര ദിവസം മഴ പെയ്തെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര പേർക്ക് പൈസ കൊടുക്കണം. ബാറ്റ ഉൾപ്പെടെ, നെറ്റ് ബാറ്റയാണ്, ഇരട്ടി ബാറ്റയാണ് വരുന്നത്, അതുൾപ്പെടെ ബജറ്റ് കൂടുകയാണ്. അതൊന്നും കണക്കിൽ പെടുത്താതെയാണ് നിർമ്മാതാക്കൾ ചില കണക്കുകൾ പുറത്തു വിടുന്നതെന്ന് തോന്നുന്നു. കണക്കിൽ പെടുത്തിയിട്ട് കണക്കുകൾ പുറത്തു വിട്ടാലും എന്താ വ്യത്യാസം? അതായത് പൈസ നമുക്ക് ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് ആയിട്ടുണ്ട്. മഴ പോലുള്ള കാര്യങ്ങൾ നമുക്ക് നിരോധിക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരു വർഷത്തിൽ ഒരു 8-9 മാസവും മഴയുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മളുടെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു ബഫർ കാണുക എന്നുള്ളതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരെ ബ്ലെയിം ചെയ്യാൻ പറ്റും? നമുക്ക് പ്രപഞ്ചത്തിനെ ബ്ലെയിം ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതെല്ലാം ഈ പറഞ്ഞ പോലെ കാലാകാലങ്ങളായിട്ട് നടക്കുന്ന പോലെ തന്നെ ഇനിയും നടന്നുകൊണ്ടിരിക്കും. പണ്ടും മഴയുണ്ടായിരുന്നു, ഇപ്പോഴും മഴയുണ്ട്. നമ്മൾ അതിനനുസരിച്ച് എല്ലാവരും കൂടെ സഹകരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സഹകാര അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഒത്തിരി സന്തോഷം കേട്ടോ, നല്ല സിനിമ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മളോട് ഇന്ററാക്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇരിക്കുന്ന എല്ലാവരും നാളെ തന്നെ പോയി മരണമാസം കാണണമെന്ന് അപേക്ഷിക്കുന്നു. മരണമാസത്തിനെ പറ്റിയിട്ടുള്ള കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വന്നില്ല, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും സിനിമ കണ്ട അഭിപ്രായം എല്ലാവരോടും പറയണം. ഇഷ്ടപ്പെട്ട ഫേസ്ബുക്ക് ഓൺലൈൻ മീഡിയയിലും നിങ്ങളുടെ കൂടുതൽ ആൾക്കാരുടെ അടുത്ത് എല്ലാവരും സംസാരിക്കണം. നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ സൈഡിലാണെങ്കിൽ നമുക്ക് എല്ലാവരും നമ്മളൊരു ബിഗിനിങ് സമയത്തുള്ള ഒരു സിനിമയാണിത്. എല്ലാവരും സിനിമ കണ്ട് അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. Thank you.